പത്രവും മാധ്യമത്തിൻ്റെ മുമ്പ് പ്രബോധനവും ഒക്കെ മുടങ്ങാതെ വായിച്ച ഒരാളാണ് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ട്. അന്നും ഭാഷ വ്യത്യസ്തമായിരുന്നു, വളരെ ഗഹനമായിരുന്നു, ഡീപ്പായിരുന്നു. സബ്ജക്റ്റുകളൊക്കെ വളരെ നന്നായി അവതരിപ്പിക്കുകയും ചെയ്യും. ഒരു നിലപാടുമുണ്ട്. ആ നിലപാട് ഒരു പക്ഷേ എൻ്റെ പ്രസ്ഥാനത്തിന് എതിർപ്പുണ്ടാവാം, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം. പക്ഷേ ഉള്ളത് ഭംഗിയായി അവതരിപ്പിക്കാൻ കഴിവുള്ള ഒരു കൂട്ടം ആളുകളാണ് മാധ്യമം നടത്തുന്നത്. അതിൻ്റെ തനി പകർപ്പ് തന്നെയാണ് മീഡിയ ഓൺ എന്ന് പറഞ്ഞാൽ മാധ്യമം ഒന്ന് എന്ന് തന്നെയാണ് മലയാളത്തിലൊക്കെ പറഞ്ഞാൽ മാധ്യമം ഒന്ന്. അപ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു ചാനലാക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കും തോന്നുന്നുണ്ട്. അതങ്ങനെ തന്നെയായിരിക്കും. ഇനി കാണണം. എം ഡി എന്നോട് ചോദിച്ചു, ഇതിനകം എയറിലുണ്ട്, കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. കണ്ടിട്ടില്ല, കാണുമെന്ന് ഉറപ്പാണ്. ഒന്ന് നോക്കണം. അധിക ചാനലുകൾ എപ്പോഴും നോക്കാറില്ല, വല്ലാതെ നോക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പലപ്പോഴും തോന്നാറുമുണ്ട്. നോക്കിയാൽ അന്നത്തെ മൂഡ് പോവും പലപ്പോഴും. പക്ഷേ ഇത് വ്യത്യസ്തമാണ് എങ്കിൽ തീർച്ചയായും ആ വ്യത്യസ്തത പലതിലും പ്രകടിപ്പിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരുപാട് സെൻസേഷൻ്റെ ബഹളത്തിനിടയിൽ ഒരുപാട് മിണ്ടാപ്രാണികളുണ്ട്. ഗവൺമെൻറ് ഒരു മിണ്ടാപ്രാണിയാണ്. ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നു, ചെയ്യുന്നു, നടപ്പിലാക്കുന്നു, പ്ലാനിടുന്നു, ബാക്കിയുള്ളതാക്കുന്നു. എത്ര വലിയ കാര്യമാണെങ്കിലും ശരി, ഒരു വരി പോലും പലപ്പോഴും വരില്ല. കൊണ്ടുവരാൻ ഉള്ള കഴിവ് മീഡിയ ഒന്നിനുണ്ടാവോ എന്നറിയില്ല. കാരണം അതിൽ വലിയ സെൻസേഷൻ ഇല്ല. ഇവിടെ ഐഡിയോളജിക്കൽ അടിത്തറ ഉണ്ട് എന്നുള്ളതും ഇച്ഛാശക്തി ഉണ്ട് എന്നുള്ളതും കഴിവ് ഉണ്ട് എന്നുള്ളതും കൊണ്ട് മീഡിയ വൺ വ്യത്യസ്തമാവുമ്പോൾ തീർച്ചയായും വ്യത്യസ്തത ഒരു ഫാഷനാവും, ഒരു രൂപമാവും. അതുകൊണ്ട് മറ്റുള്ളവർക്കും ജനങ്ങളുടെ താല്പര്യം അതിലേക്ക് വരുമ്പോൾ തീർച്ചയായും അതൊരു വലിയ പ്രേരണയാകും. അതുകൊണ്ട് അതിൻ്റെ ലീഡർഷിപ്പ് മീഡിയ വണ്ണിന് കിട്ടും. അത് മീഡിയ വൺ അതിൽ പയനീറായി. ആ രീതിയിൽ ഇവിടെ മീഡിയ രംഗത്തൊരു മാറ്റം ഉണ്ടാവട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ വ്യവസായ മന്ത്രി എന്നുള്ള നിലയിലും എം ഡിക്ക് എല്ലാവിധ കോർപ്പറേഷൻ വ്യവസായ സംരംഭമാണല്ലോ, എല്ലാവിധ സഹകരണവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അഭിപ്രായ വ്യത്യാസം പുലർത്തിക്കൊണ്ട് തന്നെ മീഡിയ രംഗത്ത് മീഡിയ ഒന്നിന് വളരാൻ എല്ലാവിധ സഹകരണവും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ജയ്.